ഓപ്പറേഷൻ സിന്ദൂർ രാജ്യാന്തര തലത്തിൽ വിശദീകരിക്കുന്നതിനായി ഡോക്ടർ ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. 9 പേരടങ്ങുന്നതാണ് സംഘം. അമേരിക്ക, ബ്രസീൽ, ഗയാന, കൊളംബിയ ഉൾപ്പെടെ സംഘം സന്ദർശിക്കും. വിനീത വിജയ് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് വിനീത, പറയും. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇതിനോടകം തന്നെ പോകുന്ന 4ാമത്തെ സംഘമാണ് ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ളത്. അവർ രാവിലെയോടുകൂടി തന്നെ യാത്ര തിരിച്ചിട്ടുണ്ട്. ആ സംഘത്തിൽ 9 പേരാണുള്ളത്. അവർ ഗയാനയിലേക്കായിരിക്കും ആദ്യം സന്ദർശനം നടത്തുക. അതിനുശേഷം ബ്രസീലിലേക്കും കൊളംബിയ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സന്ദർശനം നടത്തും. ഒപ്പം തന്നെ ശശി തരൂർ ഇക്കാര്യത്തിൽ പറയുന്നത് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ എന്താണ് സർക്കാരിന്റെ നിലപാട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതൊരു വാഗ്വാദത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്കോ ഒന്നുമല്ല ഈ സന്ദർശനം. ഈ ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ, ഒപ്പം തന്നെ ആ ഓപ്പറേഷനിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ്, ഈ പാക് ഭീകരത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. 9 പേരടങ്ങുന്ന സംഘം ഡൽഹി വിമാനത്താവളത്തിൽ എത്തുകയും അവരോട് നിന്ന് യാത്ര തിരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാവുകയാണ്. ഈ US സന്ദർശനമാണ് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ടീം പുറപ്പെടുന്നത്. ഇത് കൂടാതെ തന്നെ നിലവിൽ കനിമൊഴി എംപിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ജപ്പാനിലുണ്ട്. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടുന്ന ഒരു സംഘം അവർ ഇതിനോടകം തന്നെ ജപ്പാനിലെത്തിയിട്ടുണ്ട്. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യയിലുണ്ട്. ഒപ്പം UAE, ബഹ്റിൻ അടക്കമുള്ള മേഖലകളിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് എംപിമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘങ്ങൾ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്തുകയാണ്. അവർ അവിടെയുള്ള പ്രമുഖരുമായി സംസാരിക്കുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്, നയതന്ത്രജ്ഞരൊപ്പം തന്നെ ഇന്ത്യൻ സമൂഹം എന്നിവരുമൊക്കെയായി സംസാരിക്കുകയും അതത് ദിവസത്തെ സാഹചര്യങ്ങൾ മാധ്യമങ്ങളെ നേരിൽ കണ്ട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ എന്താണ് ആ ദൗത്യം എന്നുള്ളത് വിശദീകരിക്കുക, ഒപ്പം തന്നെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് അറിയിക്കുക, പാകിസ്ഥാനെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാട് അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രധാന ടീമിന്റെയൊക്കെ തന്നെ ലക്ഷ്യം. അടുത്ത ദിവസങ്ങളിൽ ബാക്കി ടീമുകൾ കൂടി വിവിധ മേഖലകളിലേക്ക് സന്ദർശനം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 32 രാജ്യങ്ങളിലേക്കാണ് സന്ദർശനം നടത്തുന്നത്. ഏതാണ്ട് 59ഓളം എംപിമാരടങ്ങുന്ന സംഘമാണ് ഇതിനുള്ളത്. ഇതിൽ ഓരോ സംഘത്തെയും നേരിട്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കാണുകയും ഇന്ത്യയുടെ നിലപാട് എന്താണെന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിലേക്ക് കൂടി പോകുന്നുണ്ട്. ഇന്ന് പൂഞ്ചിൽ അദ്ദേഹം സന്ദർശനം നടത്തും. ഈ ഷെല്ലാക്രമണം ഉണ്ടായ മേഖലകളിലൊക്കെ അവിടെയുള്ള ആളുകളുമൊക്കെ അദ്ദേഹം അവരെ നേരിൽ കാണുമെന്നും അറിയിച്ചിരിക്കുകയാണ്. താങ്ക് യു വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്.